ഞാൻ ഇന്ന് ഒരു ഇറച്ചിപ്പുട്ടിന് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ബീഫാണ് കേട്ടോ. ഏത് ഇറച്ചി വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. പുട്ടാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മട്ടേരി വെച്ചിട്ടുള്ള പുട്ടാണേ. ആദ്യം നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ച് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോളയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു ശകലം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ശകലം കുരുമുളകും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ലായിരുന്നു. ഈ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നു. ആ വെള്ളത്തിൽ തന്നെ വെന്ത ബീഫാണ് കേട്ടോ. ഇനി ഈ ബീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ചെറിയ ഇട്ടാൽ മതി. അന്നേരം ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരും. മസാല ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില ചേർക്കാം കേട്ടോ. അതുപോലെ തക്കാളി വേണമെങ്കിൽ തക്കാളിയും ചേർക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാഞ്ഞാണ്ടാട്ടോ ഞാൻ ചേർക്കാഞ്ഞേ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ മട്ടയരി കൊണ്ടുള്ള പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ നമ്മുടെ മട്ടയരി തലേദിവസം രാത്രി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. രാവിലെ ഞാനിത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുക. ഞാൻ എടുത്തേക്കുന്നത് ഒരു 1.5 കപ്പ് അരിയാ കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ പൊടി ശരിക്കും നമുക്ക് വറക്കുകയും വേണ്ട, പൊടി നനയ്ക്കുന്ന പോലെ നനയ്ക്കൊന്നും വേണ്ട. ചെറിയ ഈർപ്പം കാണും. പിന്നെ എനിക്ക് വളരെ നല്ല സോഫ്റ്റ് പുട്ടുമാണ്. നല്ല രുചിയുള്ള ഒരു പുട്ടാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മട്ടയരി കൊണ്ടുള്ള പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം. ഇത് ശരിക്കും ആ ജീരകം ചേർത്ത് കഴിയുമ്പം പുട്ടിന് നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഉരുട്ടുമ്പം ആ ഒരു ബോളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ. അപ്പം അതാണ് പുട്ട് നനയ്ക്കുന്നതിൻ്റെ പാകം. നമ്മൾ പക്ഷേ ഇതിന് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നാലും ഇത് നല്ലതായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അത് ആ ഈർപ്പം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ തേങ്ങ വേണമെങ്കിൽ നമ്മൾ പുട്ട് നനയ്ക്കുന്ന സമയത്ത് തേങ്ങ പീരയും കൂടെ ഇടാം കേട്ടോ. ഞാൻ പക്ഷെ ഇപ്പം ഇട്ടിട്ടില്ല. ഞാൻ അതിന് പകരം തേങ്ങ നമ്മൾ പുട്ടുണ്ടാക്കുമ്പം ആ പുട്ടുകുറ്റിയിൽ താഴെ മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ. തേങ്ങ കുറച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ ഫില്ലിങ് വെച്ച് പിന്നെ പുട്ടുപൊടി ഇട്ട് അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് ലെയർ ചെയ്യുമ്പം ഇടുന്ന മസാലയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ആണെങ്കിൽ താഴെ ഒരു ലെയർ തേങ്ങ ഇടും. അതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ഈ മസാല വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇടും. അങ്ങനെയാണ് ലെയർ ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ഇറച്ചി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പുട്ടുപൊടി ആണെങ്കിലും ഈ മട്ടയരി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ജീരകം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്